നമസ്കാരം, നീതിയാസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള 2 റെസിപ്പീസാണ് കാണിക്കുന്നത്. 2 സ്വീറ്റ്സിൻ്റെ റെസിപ്പീസാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ 2 സ്വീറ്റ്സാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ സ്വീറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണം മിൽക്ക് പേടയാണ്, നല്ല കളർഫുള്ളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടോ. ഒന്ന് നമ്മളുടെ മിൽക്ക് പേടയാണ്. മിൽക്ക് പേടയുടെ ടേസ്റ്റ് വരുന്നൊരു സ്വീറ്റാണ്. അത് തയ്യാറാക്കാൻ നമുക്കൊരു 10 മിനിറ്റ്സ് പോലും വേണ്ട, അതിന് താഴെ മതി. പിന്നെയുള്ളത് നമ്മളുടെ ഗോതമ്പ് പൊടിയും കടലമാവും വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ലഡ്ഡു ആണ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയുന്നത്, നമ്മളുടെ സ്നാക്സ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ചെയ്യാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര അല്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി, 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 240 ml കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. നമ്മൾ 125 ഗ്രാം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല, പാൽപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പാൽപ്പൊടി ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. 1 to 2 മിനിറ്റ്സിനുള്ളിൽ നമ്മളുടെ ഈ ഒരു മിക്സ് റെഡിയാകും. ഇതിപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു ബോൾ പോലെ നമ്മളിത് ഇളക്കുമ്പോൾ ഒരു ബോൾ പോലെ ആയി കിട്ടും. പാനിൽ നിന്നൊക്കെ വിട്ട് ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് കളർഫുള്ളാക്കാനായിട്ട് ഇതിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതല്ല നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കാണാൻ ഒരു കളർഫുൾ ആവാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി മിക്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി പകുതിയിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് കളറാണ് ചേർക്കുന്നത്. 1-2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കളർ നമ്മളുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ഈ ഒരു മിക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഒന്നുകിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാകുമ്പോൾ നമുക്കിതുപോലെ ബോൾസ് ആക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ അതുപോലെയോ ആക്കി വെക്കാം. നമുക്ക് ആ ഒരു ചൂട് ഫുള്ള് മാറണ്ട, ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മളത് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബോൾസ് ആക്കിയതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഫുള്ളൊന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ പാനിലേക്ക് 4 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ആദ്യം കട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് കട്ടയായിട്ട് തന്നെ കിട്ടുള്ളൂ. അതും നല്ല ഡ്രൈ ഫോമിലായിരിക്കും കിട്ടുക നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഡ്രൈ ആണ് എന്ന് കരുതി കൂടുതൽ നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് നേരം നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതുപോലെ തന്നെ ആ നെയ്യൊക്കെ അതിൽ നിന്നൊന്ന് ഇറങ്ങി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സോളം നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരാൻ തുടങ്ങണം. ഇതിൻ്റെ കളറ് കണ്ടോ ഒന്ന് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും കേട്ടോ നമ്മളുടെ ഈ ഒരു മിക്സ്. അപ്പോൾ അതുവരെ നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പരുവാകുമ്പോൾ അതിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇതൊന്ന് വെറ്റ് പരുവത്തിലാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടോ, ഇപ്പോൾ ഇതിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങിയിട്ട് കളറൊക്കെ നന്നായി ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാത്രത്തിൽ വെച്ചാലും ആ ഒരു ടേസ്റ്റിന് ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ഞാനത് മറ്റൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കാഷ്നട്ടിന് പകരം നമ്മളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ബദാമോ പിസ്ത അതൊക്കെ നമ്മളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് നമ്മളുടെ പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചപ്പോൾ ഞാനതിൽ 5 ഏലക്കായും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമായിരിക്കും. നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലൊക്കെ 1/4 കപ്പ് വരെയൊക്കെ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ചൂടുണ്ട്, നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നൊരു ചൂടായിട്ടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കണ്ടോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാവുമ്പോൾ തന്നെ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് തണുത്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ചെറിയ ചൂടോട് കൂടി തന്നെ ബോൾസ് ആക്കി എടുക്കുക. അതാകുമ്പോൾ തണുക്കുമ്പോൾ നന്നായിട്ട് ആ ബോൾ അങ്ങ് സെറ്റ് ആയിക്കൊള്ളും. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിതുപോലുള്ള ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതും നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതാ നമ്മളുടെ ബേസൻ വീറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കടലമാവ് വെച്ചിട്ട് ലഡു ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ, ഇത് പക്ഷേ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.